അപ്പോൾ നമുക്കൊരു വാർത്ത വരുന്നുണ്ടല്ലോ, അതിലെ NCP-യിൽ മന്ത്രിമാറ്റമില്ല എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അംഗീകരിച്ച് സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. തർക്കത്തിനില്ല, LDF-ൽ ഉറച്ചു നിൽക്കും. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഇത് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എറണാകുളത്താണ് NCP-യുടെ ഭാരവാഹി യോഗം. ആ ഭാരവാഹി യോഗം ചേരാനിരിക്കെ ഇങ്ങനെയൊരു നിലപാട് എടുക്കണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ തനിക്ക് അനുകൂലമല്ല എന്ന് ചാക്കോ തിരിച്ചറിയുന്നു. ഉറപ്പായും തിരിച്ചറിയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സുജയ. കാരണം NCP ഇങ്ങനെ പോയാൽ മുഖ്യമന്ത്രി ഒരു കാരണവശാലും AK ശശീന്ദ്രനെ മാറ്റില്ല എന്ന കാര്യം വ്യക്തമാണ്. അങ്ങനെ ഇരിക്കെ വീണ്ടും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയാൽ അത് പാർട്ടിയുടെ നിലനിൽപ്പിനെയും ഘടകകക്ഷിയെ LDF-ൽ തുടരുന്നതിനും വെല്ലുവിളിയാണെന്ന്. നമ്മൾ ഈ കാണുന്ന നിയമസഭയിലെ മന്ത്രി ഇരിപ്പിടത്തിൽ മാറ്റമില്ല, ഒരിക്കലും മാറ്റമില്ല. ഇന്നലെ 2026 മാറത്തില്ലേ അരുണേ? തീർച്ചയായിട്ടും മാറും. അടുത്ത സമയത്തൊന്നും മാറുന്നില്ല. ഏതായാലും ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രിയുമായി PC ചാക്കോ കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് AK ശശീന്ദ്രൻ തുടരണമെന്നാണ്. ആ നിലപാട് അംഗീകരിക്കുന്നുവെന്നും LDF-ൽ തുടരുമെന്നും. നേരത്തെ UDF-ലേക്ക് NCP പോകുമെന്നൊക്കെ അഭ്യൂഹമുണ്ടായിരുന്നു, പിളരുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമല്ല. LDF-ൽ കൃത്യമായി ശക്തമായി തന്നെ തുടരും എന്ന നിലപാട് കൂടി മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു. ഇന്ന് എറണാകുളത്ത് ഭാരവാഹി യോഗം ചേരുകയാണ്. മാത്രമല്ല PC ചാക്കോയും AK ശശീന്ദ്രനും രണ്ട് തട്ടിലെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇന്നലെ രണ്ടുപേരും ഒരുമിച്ചാണ് ട്രെയിനിൽ എറണാകുളത്തേക്ക് യാത്ര പോയതും എന്ന വാർത്ത കൂടി നമ്മളിപ്പോൾ പറയുകയാണ്. ഓക്കെ, അതൊരു ഗംഭീര വാർത്തയാണ്. അപ്പോൾ ഇന്നത്തെ പൊളപ്പൻ ബ്രേക്കിങ്ങുമായിട്ട് ആദിൽ പാലോട് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്.